നിർദ്ദിഷ്ട എരുമേലി വിമാനത്താവളം സ്ഥാപിക്കുന്ന ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം അംഗീകരിച്ചുകൊണ്ടുള്ള വ്യവസ്ഥകളെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ബിലീവേഴ്സ് ചർച്ച്. സൗജന്യമായി സർക്കാരിന് ഭൂമി വിട്ടുനൽകാനാവില്ലെന്നും സഭാധികൃതർ വ്യക്തമാക്കി. അതേസമയം തർക്കഭൂമിയിൽ വിമാനത്താവളം ആരംഭിക്കുന്നതിനുള്ള സർക്കാർ നീക്കം ദുരൂഹമാണെന്ന് മുൻ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു. ഹാരിസൺസ് മലയാളം പ്ലാന്റേഷൻസ് ബിലീവേഴ്സ് ചർച്ചിന് കൈമാറിയ 2263 ഏക്കർ വരുന്ന ചെറുവള്ളി എസ്റ്റേറ്റിലാണ് നിർദ്ദിഷ്ട വിമാനത്താവള പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാർ ഭൂമിയാണെന്നാണ് റവന്യൂ വകുപ്പ് സ്പെഷ്യൽ ഓഫീസർ രാജമാണിക്യത്തിന്റെ റിപ്പോർട്ട്. രാജമാണിക്യം റിപ്പോർട്ടിൽ അനാവശ്യ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സഭയുടെ ഭാഗം പൂർണ്ണമായും കേൾക്കാതെയും രേഖകൾ പരിശോധിക്കാതെയുമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇത് സാധൂകരിക്കുന്ന റിപ്പോർട്ടാണ് നിയമ സെക്രട്ടറി സർക്കാരിന് നൽകിയതെന്നാണ് ബിലീവേഴ്സ് ചർച്ചിന്റെ നിലപാട്. ഞങ്ങൾ ആ റിപ്പോർട്ട് കോടതിയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ നിയമ സെക്രട്ടറിയുടെ ഒരു നിയമ ഉപദേശത്തിന്റെ കോപ്പി കഴിഞ്ഞ ദിവസം കാണുവാൻ തനിക്ക് ഇവിടെയായി തീർന്നു. അതിൽ വ്യക്തമായി പറയുന്നത് രാജമാണിക്യത്തിന്റെ റിപ്പോർട്ട് നിലനിൽക്കില്ല എന്ന് തന്നെയുള്ളതാണ്. അപ്പോൾ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് വേറെ ചോദ്യമൊന്നും അവിടെ വരേണ്ട ആവശ്യമില്ല. ഏതായാലും കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസാണ്. അതിൻ്റെ ഒരു ഫൈനൽ തീരുമാനം കോടതിയിൽ നിന്ന് തന്നെ വരട്ടെ. തർക്കഭൂമിയിൽ വിമാനത്താവളം സ്ഥാപിക്കുന്നതിനുള്ള ശ്രമത്തിന് പിന്നിൽ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചു നൽകാനുള്ള ശ്രമമാണെന്നും സർക്കാർ നടപടി ദുരൂഹമാണെന്നും മുൻ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു. കേസ് നിലനിൽക്കുന്ന അവസരത്തിൽ ഈ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് അതിൽ നിന്ന് ഭൂമി 2000 ചിലവാനം ഏക്കർ ഭൂമിയുള്ളതിൻ്റെ കുറേ ഭൂമി ഇവർക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു നടപടിയാണോ ഇതിൻ്റെ ഭാഗം എന്ന് പോലും സംശയിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ചെറുവള്ളി എസ്റ്റേറ്റ് ഭൂമി കൈവശാവകാശം സംബന്ധിച്ച വിഷയം കോടതി പരിഗണിക്കുന്നതിനാൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നാണ് ബിലീവേഴ്സ് ചർച്ചിന്റെ നിലപാട്. അതേസമയം പത്തനംതിട്ട ജില്ലയിൽ പ്രഖ്യാപിച്ച പദ്ധതി കോട്ടയത്ത് നടപ്പിലാക്കുന്നതിലും ചില കേന്ദ്രങ്ങളിൽ അതൃപ്തിയുണ്ട്. മീഡിയ 1 പത്തനംതിട്ട.